മാർച്ച് 26 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ലൂഡ്ഗർ, വിശുദ്ധ അൽഫ്വേൾഡ്, വിശുദ്ധ ബാസിൽ, വിശുദ്ധ ബാൾത്തോസ്, വിശുദ്ധ വെറോക്കയും കൂട്ടരും, വിശുദ്ധ പീറ്റർ മാർസിയൻ, ജോവിനൂസ് തെക്ല കാസിയനും കൂട്ടരും, വിശുദ്ധ കാസ്റ്റുളൂസ്. വിശുദ്ധ ലൂഡ്ഗർ 743-809 കാലഘട്ടത്തിലാണ് വിശുദ്ധ ലൂഡ്ഗർ ജീവിച്ചിരുന്നത്. ഇന്ന് ജർമ്മനിയുടെ ഒരു ഭാഗമായ ഫ്രീസ്ലൻഡിൽ 743 ലൂഡ്ഗർ ജനിച്ചു. വിശുദ്ധ ബോനിഫസിന്റെ ശിഷ്യനായ വിശുദ്ധ ഗ്രിഗറിയുടെ ശിക്ഷണത്തിലാണ് ലൂഡ്ഗർ വളർന്നു വന്നത്. കുട്ടിയുടെ ആധ്യാത്മിക പുരോഗതി കണ്ട് വിശുദ്ധ ഗ്രിഗറി അവന് ഡീക്കൺ പട്ടം നൽകി. 4.5 വർഷം ഇംഗ്ലണ്ടിൽ അൽക്കുയന്റെ കീഴിലും അധ്യയനം ചെയ്തു. ഭക്താഭ്യാസങ്ങളിലും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും സഭാപിതാക്കന്മാരുടെ കൃതികൾ പാരായണം ചെയ്യുന്നതിലുമായിരുന്നു യുവാവായ ലൂഡ്ഗറിന്റെ ശ്രദ്ധ. ലൂഡ്ഗർ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നു. പൗരോഹിത്യം സ്വീകരിച്ചു. വൈദികൻ എന്ന നിലയിൽ അനേകരെ മാനസാന്തരപ്പെടുത്താനും പല ആശ്രമങ്ങൾ സ്ഥാപിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അക്കാലത്ത് വിജാതിരായ സാക്സന്മാർ ഫ്രീസ്ലൻഡ് പിടിച്ചടക്കുകയും ഫാദർ ലൂഡ്ഗർ ഇറ്റലിയിൽ മോന്തെ കസീനോ ആശ്രമത്തിൽ 3.5 വർഷം താമസിക്കുകയും ചെയ്തു. 787 കാർലമൻ ചക്രവർത്തി സാക്സന്മാരെ തോൽപ്പിച്ചു. ഉടനെ ലൂഡ്ഗർ തിരിച്ചു വന്ന് തന്റെ മിഷണറി പ്രവർത്തനങ്ങൾ തുടർന്നു. 802 അദ്ദേഹം മുൻസൈറ്റിലെ മെത്രാനായ ശേഷവും ഉപവാസവും ജാഗരണവും കുറയാതെ അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്നു. രഹസ്യമായി അദ്ദേഹം ധരിച്ചിരുന്ന രോമവസ്ത്രത്തെപ്പറ്റി മരണത്തിന് തൊട്ടു മുൻപ് മാത്രമേ പരിചിതർക്ക് പോലും അറിയാൻ കഴിഞ്ഞുള്ളൂ. വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിൽ അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. ദരിദ്രരോട് സ്നേഹവും ധനികരോട് ദൃഢതയും അദ്ദേഹം പ്രകാശിച്ചു വന്നു. തന്റെ ആദായമൊക്കെ നശിപ്പിക്കുകയാണെന്നും ദേവാലയ അലങ്കാരങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെന്നും കാർലമാൻ ചക്രവർത്തിയുടെ മുൻപിൽ ആരോപണമുണ്ടായി. ഈ ആരോപണത്തിന് സമാധാനം പറയുവാൻ ചക്രവർത്തി ദൂതന്മാരെ അയച്ചു. മറുപടി നൽകാൻ അല്പം വൈകി. അതിന് കാരണം ചോദിച്ചപ്പോൾ ബിഷപ്പ് ലൂഡ്ഗർ മറുപടി പറഞ്ഞു: ചക്രവർത്തിയോട് എനിക്ക് ബഹുമാനമുണ്ട്, എന്നാൽ ദൈവം അങ്ങേക്ക് ഉപരിയാണല്ലോ. ഞാൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തോടുള്ള കടപ്പാട് നിർവഹിച്ചു വേണമല്ലോ അങ്ങയുടെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ. ഈ മറുപടി ചക്രവർത്തി അത്യധികം പ്രസാദിപ്പിച്ചു. ചക്രവർത്തിയുടെ ബഹുമാനാദരങ്ങളോടെ അദ്ദേഹം മടങ്ങി. പ്രാർത്ഥനകളുടെയും തിരുക്കർമ്മങ്ങളുടെയും സമയത്ത് പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് മറ്റു കാര്യങ്ങളിൽ തലയിടുന്ന വൈദികരെ അദ്ദേഹം ശാസിക്കുമായിരുന്നു. ഓശാന ഞായറാഴ്ച പാതിരാത്രിക്കാണ് ബിഷപ്പ് മരിച്ചത്. അന്ന് രാവിലും കൂടി അദ്ദേഹം പ്രസംഗിക്കുകയും 9 മണിക്ക് ദിവ്യബലി സമർപ്പിക്കുകയും ഉണ്ടായി. മരണസമയം അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം: വിശുദ്ധ കുർബാന സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയങ്ങൾ എത്ര അച്ചടക്കത്തോടെ നാം സൂക്ഷിക്കേണ്ടതാണ്. സക്രാരിയുടെ മുൻപിൽ അനാദരമായി സംസാരിക്കുന്നതും വ്യാപരിക്കുന്നതും എത്ര വലിയ ഉതപ്പാണ് എന്നതാണ് വിശുദ്ധ ലൂഡ്ഗറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിശുദ്ധനായ ലൂഡ്ഗറെ, ലോക സമാധാനത്തിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.